തിരുവനന്തപുരത്ത് മസ്തിഷ്ക മരണം സംഭവിച്ച 7 വയസ്സുകാരൻ യാഷ്വാന്റെ അവയവങ്ങൾ 5 പേർക്ക് ദാനം ചെയ്യും. ഒരു കിഡ്നി റോഡ് മാർഗം കോഴിക്കോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. മെഡിക്കൽ സംഘം കോഴിക്കോട്ടേക്ക് തിരിച്ചു. TS ഹരികൃഷ്ണയാണ് വിവരങ്ങളുമായി. ഹരി, 7 വയസ്സുകാരന്റെ മരണം സംഭവിച്ചത് എങ്ങനെയാണ്? അവയവദാനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ക്രമീകരണങ്ങൾ? രതീഷെ, ഒരാഴ്ച മുമ്പാണ് ഈ 7 വയസ്സുകാരന് അപകടം സംഭവിക്കുന്നത്. വാഹനാപകടമാണ്. അതായത് വീടിന് പരിസരത്ത് നിന്ന് ഈ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് വൈകിട്ടാണ് ഒരു ആംബുലൻസ് വന്ന് സൈക്കിളിൽ തട്ടുകയായിരുന്നു. അങ്ങനെയാണ് അപകടം സംഭവിച്ചത്. ആ സമയത്ത് തന്നെ അവിടെ ഒരു ഹെൽത്ത് കെയർ സെൻറ്ററിൽ കൊണ്ടുപോയി. പക്ഷേ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അന്ന് രാത്രി തന്നെ തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ചികിത്സയിലായിരുന്നു. ഇന്നലെ രാവിലെ 10:38-നാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. ഇതിന് പിന്നാലെ ബന്ധുക്കൾ അവയവദാനത്തിന് തയ്യാറാവുകയായിരുന്നു. അവയവദാനത്തിനായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം കൂടി കഴിയുമ്പോൾ തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ നിന്ന് ആംബുലൻസിൽ റോഡ് മാർഗം MC റോഡ് വഴിയാണ് യാത്ര. കോഴിക്കോടേക്ക് കിഡ്നി കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകും. ഇത് കൂടാതെ മറ്റ് 6 അവയവങ്ങൾ കൂടി നൽകിയിട്ടുണ്ട്. അങ്ങനെ 5 പേർക്ക് പുതുജീവൻ നൽകിയാണ് ഈ 7 വയസ്സുകാരൻ മടങ്ങുന്നത്. 5 പേർക്ക് പുതുജീവനേകി യാഷ്വാൻ മടങ്ങുകയാണ്. TS ഹരികൃഷ്ണയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.